ഈ ലോകത്തിൽ മനുഷ്യൻ അന്വേഷിക്കുന്ന എന്താണ്? സമ്പത്തോ ശക്തിയോ അല്ല, ക്ഷമ, സ്നേഹം, കരുണ. ഈ മൂന്ന് വാക്കുകളുടെ പിന്നിൽ ഒളിഞ്ഞിരിക്കുന്ന ഒരു ദൈവിക രഹസ്യം. അത് ലോകത്തിന് വെളിപ്പെടുത്തിയത് ഒരു സാധാരണ സന്യാസിനിയിലൂടെ. അവളുടെ പേരാണ് സെയിന്റ് ഫൗസ്റ്റീന കൊവാൽസ്ക. 1905 പോളണ്ടിലെ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനിച്ച ഒരു പെൺകുട്ടി. അവളുടെ പേര് ഹെലേന എന്നായിരുന്നു. പിന്നീട് ലോകം അവളെ ഫൗസ്റ്റീനയായി വിളിച്ചു. ചെറുപ്പം മുതൽ തന്നെ അവൾക്ക് വ്യത്യസ്തമായ ഒരു ആകർഷണം ഉണ്ടായിരുന്നു. പ്രാർത്ഥനയിലേക്ക്, ദൈവത്തിലേക്ക്. അവളുടെ ഹൃദയം സാധാരണ ലോകത്തിൽ ഒതുങ്ങിയില്ല. ഒരു ദിവസം ജീസസ് ക്രൈസ്റ്റ് അവൾക്ക് പ്രത്യക്ഷപ്പെട്ടു എന്ന് അവൾ പറയുന്നു. നീ എൻ്റെ സേവനത്തിനായി തിരഞ്ഞെടുത്തവളാണ്. ആ ഒരു വിളി അവളുടെ ജീവിതം മുഴുവനായി മാറ്റിമറിച്ചു. സന്യാസിനിയായ ജീവിതം അതൊരു സമാധാന പാതയല്ല. ഫൗസ്റ്റീന കോൺഗ്രിഗേഷൻ ഓഫ് ദ സിസ്റ്റേഴ്സ് ഓഫ് അവർ ലേഡി ഓഫ് മേഴ്സി എന്ന സംഘടനയിൽ ചേർന്നു. അവൾക്ക് വലിയ പദവികൾ ഒന്നുമില്ലായിരുന്നു. അവൾ ചെയ്തത് സാധാരണ ജോലികളായ അടുക്കളപ്പണി, തോട്ടം നോക്കൽ എന്നിവയായിരുന്നു. വെറും സാധാരണ ജോലികൾ. പക്ഷെ അവളുടെ ഉള്ളിൽ നടക്കുന്നത് വലിയ ആത്മീയ അനുഭവങ്ങളായിരുന്നു. സംശയങ്ങൾ, പേടി, ആത്മസംഘർഷം. പലർക്കും അവൾ പറഞ്ഞത് വിശ്വസിക്കാനായില്ല. എങ്കിലും അവൾ നിലകൊണ്ടു. കാരണം അവൾ കണ്ടത് യാഥാർത്ഥ്യമാണെന്ന് അവൾ വിശ്വസിച്ചു. 1931 ഒരു രാത്രി ജീസസ് ക്രൈസ്റ്റ് വെളുത്ത വസ്ത്രത്തിൽ ഫൗസ്റ്റീനയ്ക്ക് പ്രത്യക്ഷപ്പെട്ടു. അവന്റെ ഹൃദയത്തിൽ നിന്ന് 2 പ്രകാശകിരണങ്ങൾ പുറപ്പെടുന്നു. ചുവപ്പ് നിറം പ്രതിനിധാനം ചെയ്യുന്ന രക്തത്തെയും വെളുപ്പ് നിറം ജലത്തെയും പ്രതിനിധാനം ചെയ്യുന്നു. അവൻ പറഞ്ഞു, ഈ ചിത്രം വരയ്ക്കുക. എൻ്റെ കരുണ നീ ലോകത്തെ അറിയിക്കുക. അതായിരുന്നു ഡിവൈൻ മേഴ്സി ഇമേജിൻ്റെ തുടക്കം. ഈ ചിത്രം ഒരു സന്ദേശം പറഞ്ഞു. ജീസസ്, ഐ ട്രസ്റ്റ് ഇൻ യു. യേശുവെ, ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. ഫൗസ്റ്റീനയ്ക്ക് യേശു പഠിപ്പിച്ചു ഒരു പ്രത്യേക പ്രാർത്ഥന, കരുണയുടെ ജപമാല. ഈ ജപമാലയുടെ ശക്തി ലോകത്തിനായി കരുണ ചോദിക്കുക, പാപികൾക്കായി പ്രാർത്ഥിക്കുക, മരണസമയത്ത് ആത്മാവിനെ രക്ഷിക്കുക. യേശു പറഞ്ഞു, ഈ ജപമാല ചൊല്ലുന്നവർക്ക് എൻ്റെ കരുണ ലഭിക്കും. ഇതൊരു പ്രാർത്ഥന മാത്രമല്ല, ഇതൊരു ആത്മീയ ആയുധം കൂടിയാണ്. ഫൗസ്റ്റീന തൻ്റെ അനുഭവങ്ങൾ ഒരു പുസ്തകത്തിൽ രേഖപ്പെടുത്തി. ഡിവൈൻ മേഴ്സി ഇൻ മൈ സോൾ. ആ ദിനപുസ്തകം ഇന്ന് ലോകമെമ്പാടും വായിക്കപ്പെടുന്നു. അതിലടങ്ങിയിരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്ത സ്നേഹം, മനുഷ്യൻ്റെ പാപം, ക്ഷമയുടെ വാതിൽ. ഒരു പ്രധാന സന്ദേശം, വലിയ പാപിയാണെങ്കിൽ പോലും ദൈവകരുണ കൂടുതൽ വലുതാണ്. ഫൗസ്റ്റീന മരിച്ച ശേഷം ഈ സന്ദേശം കുറച്ചു കാലം മറഞ്ഞിരുന്നു. പിന്നീട് പോപ്പ് ജോൺ പോൾ II ഇത് വീണ്ടും ലോകത്തിലേക്ക് കൊണ്ടുവന്നു. ഡിവൈൻ മേഴ്സി സൺഡേ പ്രഖ്യാപിച്ചു. ഫൗസ്റ്റീനെ വിശുദ്ധയായി 2000 പ്രഖ്യാപിച്ചു. ഇന്ന് ഈ സന്ദേശം ലോകമെമ്പാടും പടർന്നിരിക്കുന്നു. ഇന്നത്തെ ലോകമാകട്ടെ യുദ്ധങ്ങൾ, വിഷമങ്ങൾ, നിരാശ. ഇതിൻ്റെ ഇടയിൽ കരുണയുടെ ജപമാല ഒരു പ്രത്യാശയാണ്, ഒരു സമാധാനമാണ്, ഒരു തിരിച്ചുവരവാണ്. ദൈവം ശിക്ഷിക്കുന്നവനല്ല, മറിച്ച് സ്നേഹിക്കുന്നവനാണ്, കാത്തിരിക്കുന്നവനാണ്, ക്ഷമിക്കുന്നവനാണ്. സിസ്റ്റർ ഫൗസ്റ്റീന ഒരു സന്ദേശവാഹക മാത്രമായിരുന്നു. പക്ഷേ അവൾ വഴി ലോകമറിഞ്ഞത് ദൈവകരുണയ്ക്ക് അതിരുകളില്ല. നമ്മൾ ഒരിക്കൽ നമ്മളോട് തന്നെ ചോദിക്കണം, ഞാൻ ദൈവത്തിൻ്റെ കരുണയിൽ വിശ്വസിക്കുന്നുണ്ടോ?